നമസ്കാരം. 1997 നടന്ന കസ്റ്റഡി പീഡന കേസുമായി ബന്ധപ്പെട്ട് മുൻ IPS ഓഫീസർ സഞ്ജീവ് ഭട്ടിനെ ഗുജറാത്ത് കോടതി വെറുതെ വിട്ടു. സംശയങ്ങൾക്കതീതമായി കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി വിധി. തെളിവുകളുടെ അഭാവവും കോടതി ചൂണ്ടിക്കാട്ടി. സഞ്ജീവ് ഭട്ട് പോർബന്ദർ SP ആയിരിക്കുമ്പോഴുള്ള കേസിലാണ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുകേഷ് പാണ്ഡ്യ വിധി പറഞ്ഞത്. ഇതിനിടെ 1990 കസ്റ്റഡി മരണത്തിൽ ജീവപര്യന്തം തടവ് ലഭിച്ച സഞ്ജീവ് ഭട്ട് നിലവിൽ ഇപ്പോൾ ജയിലിലാണ്. രാജസ്ഥാൻ ആസ്ഥാനമായുള്ള അഭിഭാഷകനെ മയക്കുമരുന്ന് ഉപയോഗിച്ച് കൊടുക്കാൻ ശ്രമിച്ചെന്ന കേസിലും 20 വർഷം തടവ് ലഭിച്ചിട്ടുണ്ട് സഞ്ജീവ് ഭട്ടിന്. രാജ്കോട്ട് സെൻട്രൽ ജയിലിലാണ് നിലവിൽ അദ്ദേഹം ഉള്ളത്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സഞ്ജീവ് ഭട്ട് തെളിവ് നൽകിയതോടെയാണ് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിനെതിരായ കേസുകൾ സജീവമാക്കിയത്. മോദിയുടെയും BJPയുടെയും കടുത്ത വിമർശകനായിരുന്ന സഞ്ജീവ് ഭട്ടിനെ പഴയ കേസുകൾ പൊടിതട്ടിയെടുത്ത് വേട്ടയാടുകയാണ് മോദിയും BJPയും എന്ന ആക്ഷേപം അന്നു മുതൽ ശക്തമായിരുന്നു. ഗുജറാത്തിലെ വംശഹത്യ നടന്നത് നരേന്ദ്രമോദി അറിഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞതോടെയാണ് സഞ്ജീവ് ഭട്ട് BJPയുടെയും സംഘപരിവാറിന്റെയും കണ്ണിലെ കരടായത്. 2002 ഗോദ്ര ട്രെയിൻ തീവപ്പ് കേസിനെ തുടർന്ന് ഹിന്ദുക്കൾക്ക് പ്രതികാരം ചെയ്യാൻ സൗകര്യമുണ്ടാക്കണമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മോദി ആവശ്യപ്പെട്ടുവെന്നായിരുന്നു സഞ്ജീവ് ഭട്ട് അന്വേഷണ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകിയത്. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം സഞ്ജീവ് ഭട്ട് അന്ന് മോദി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന വിലയിരുത്തലായിരുന്നു എത്തിയത്. പിന്നീടുള്ള സഞ്ജീവ് ഭട്ടിന്റെ ജീവിതം വേട്ടയാടപ്പെടലിൻ്റെതായിരുന്നു. 2015 അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു. അനുമതിയില്ലാതെ ലീവ് എടുത്തെന്നായിരുന്നു ആരോപണം. 2012 30 വർഷം മുമ്പ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് സഞ്ജീവ് ഭട്ടിനും 6 പോലീസുകാർക്കുമെതിരെ എടുക്കുന്നത്. ജാംനഗറിൽ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിരിക്കെ കസ്റ്റഡിയിലെടുത്ത പ്രഭുദാസ് വൈഷ്ണവി എന്നയാൾ പിന്നീട് മരിച്ചത് കസ്റ്റഡിയിൽ നേരിട്ട പീഡനത്തെ തുടർന്നായിരുന്നു എന്നതാണ് കേസ്. LK അദ്വാനിയുടെ രഥയാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ വർഗീയ കലാപത്തെ തുടർന്നാണ് അന്ന് 150ഓളം പേരെ കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുത്ത് 9 ദിവസത്തിനു ശേഷം വൈഷ്ണവി വിട്ടയക്കുകയും ചെയ്തു. വിട്ടയച്ച് 10 ദിവസത്തിന് ശേഷമാണ് ഇയാൾ മരിക്കുന്നത്. ആ കേസിൽ വിചാരണ പുനരാരംഭിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് 2018 അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. 2019 ഗുജറാത്തിലെ ജാംനഗർ സെഷൻസ് കോടതി അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അറസ്റ്റ് ചെയ്യപ്പെടുന്നതുവരെ മോദിയുടെയും BJPയുടെയും കടുത്ത വിമർശകനായിരുന്നു സഞ്ജീവ് ഭട്ട്. അദ്ദേഹത്തിന്റെ ട്വിറ്ററിലൂടെയുള്ള പരിഹാസവും വിമർശനവും നിരവധി ആരാധകരെയും സഞ്ജീവ് ഭട്ടിന് നേടിക്കൊടുത്തിരുന്നു.